ഗൈസ്, അപ്പം ജോർജിയയിൽ വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്നാൽ ജോലി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ചോദിക്കുന്ന ചില ആൾക്കാർ എൻ്റെ അടുത്ത് പഴയ വീഡിയോസിൽ കമൻ്റ് ഇട്ട് ചോദിച്ചായിരുന്നു, ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വർക്ക് പെർമിറ്റ് കിട്ടുമോ, ജോലി ചെയ്യാൻ പറ്റുമോ വിസിറ്റിംഗ് വിസയിൽ വന്നാൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ പറയാൻ പോകുന്നത്. അങ്ങനെ ഇതിൽ കുറേ ഡൗട്ടുകൾ എനിക്ക് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം പറ്റി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് അടുത്തത് വരും ദിവസങ്ങളിൽ പയ്യെ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പലരും ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് നോക്കാം. കാരണം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് അത്, ഇവിടെ വിസിറ്റിംഗ് വിസ എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറ്റുമോ ഇല്ലയോ എന്നെല്ലാം. അപ്പം നമുക്ക് എന്തായാലും അതൊന്നും അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പലവർക്കും ഇതൊരു ഇൻഫർമേഷൻ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അതിന് പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഫുൾ വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം മാക്സിമം കാണാൻ ശ്രമിക്കുക. ഫുള്ള് ലാസ്റ്റ് വരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ജോർജിയയിൽ പലരും വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും. അതിപ്പോൾ എങ്ങനെയാണ് വിസിറ്റിംഗ് എടുത്താൽ വർക്ക് പെർമിറ്റ് കിട്ടുമോ, എല്ലാവരും ഒരു ചോദ്യമാണ്. ഇത് അതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് അങ്ങ് എടുത്താൽ മതി നിങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ ഓരോന്നായിട്ട് പറയാം. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, ജോർജിയയിൽ വിസിറ്റിംഗ് വിസ വന്നാൽ ജോലി ചെയ്യാൻ പറ്റുമോ? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. അപ്പോൾ അതിനുള്ള ഉത്തരവെന്ന് പറയണത്, ഇവിടെ ജോർജിയയിൽ വിവിധ വിസ ടൈപ്സും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ നോക്കാം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ. ഞാനിത് എല്ലാം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുക. മെയിനായിട്ട് നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് യൂസ്ഫുൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വിസ എന്ന് പറയുന്നത്, ഈ വിസിറ്റിംഗ് വിസ എന്ന് ടൂറിസ്റ്റ് എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ ഈ കൺട്രി ഒന്ന് കാണാൻ വരുന്നതും കുറച്ച് ദിവസത്തെ സ്റ്റേ, 30 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകുന്നതും അങ്ങനെയൊക്കെ ഉള്ള ഒരു വിസയാണ് ഈ വിസ. ഈ വിസ അല്ലല്ലോ, ഈ ടൂറിസ്റ്റ് വിസ, വിസിറ്റിംഗ് വിസ. ഓക്കെ, ഈ വിസ പ്രധാനം ടൂറിസ്റ്റ്, ഫാമിലി വിസിറ്റ്, കുറച്ച് നാളത്തേക്കുള്ള സ്റ്റേ എന്നിവയ്ക്കാണ് ഈ വിസ നൽകുന്നത്. അത് നിങ്ങൾ ഓർത്തിക്കണം. പിന്നെ ടൂറിസ്റ്റ് വിസ എടുത്ത് വരുന്ന ആളുകൾക്ക് സാധാരണമായി നമുക്ക് ട്രാവൽ, സൈറ്റ് സീയിങ്, ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് വിസിറ്റ് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന വിസ എടുത്തിട്ട് വരണവർക്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യാം. ടൂറിസ്റ്റ് പിന്നെ സൈറ്റ് സീയിങ് കാര്യങ്ങൾ, റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാം. അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ആ വിസ എടുത്തിട്ട് വരണവർക്ക്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് മെയിനായിട്ട് വെച്ചിരിക്കുക. പക്ഷേ ടൂറിസ്റ്റ് വിസയുടെ പ്രധാന ഉദ്ദേശം ജോലി ചെയ്യുകയല്ല. അത് നിങ്ങൾ ആലോചിക്കണം. ടൂറിസ്റ്റ് വിസ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വർക്ക് പെർമിറ്റോ ജോലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള വിസകളല്ല. അത് നിങ്ങൾ മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇന്നലെ ഒരാൾ എനിക്ക് കമൻ്റ് ഇട്ട് ചോദിച്ചായിരുന്നു ഇതേപോലെ, ജോലി ചെയ്യാൻ പറ്റുമോ വിസിറ്റിംഗ് വിസ. അതൊരിക്കലും ആ വിസ ഉള്ളതല്ല. അത് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അതെന്ന് പറയുന്നത് ജസ്റ്റ് ടൂറിസ്റ്റാണ്, നമ്മളിവിടെ കണ്ട് തിരിച്ചു പോകണം. അല്ലാതെ നമുക്ക് വർക്ക് പെർമിറ്റ് ഒരു കാരണവശാലും അവർ തരൂല. ആ വിസയ്ക്കാണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ അവർ കാണാം. എന്തായാലും നിങ്ങൾ വിസ എടുത്ത് വിസ കാണിക്കുമ്പോഴേക്കും കാണാം ഇവിടെ ടൂറിസ്റ്റ് ആണോ, ഇവിടെ വർക്ക് വിസയാണോ, സ്റ്റുഡൻറ്റ് വിസയാണോ, എന്തിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്നെല്ലാം അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ജോലി ചെയ്യാൻ പറ്റൂല. അത് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് വിസ എടുത്ത് വന്നാൽ വർക്ക് പെർമിഷൻ ഓട്ടോമാറ്റിക്കലി കിട്ടുമെന്ന് കരുതരുത്. അത് നിങ്ങൾ ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ആ വിസ എടുത്ത് വന്നിട്ട് ഇവിടെ കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ആയിട്ട് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് വർക്ക് റിലേറ്റഡ് പെർമിഷൻ. അങ്ങനെ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജോർജിയയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സാധാരണമായി എംപ്ലോയർ, കോൺട്രാക്ട്, ലീഗൽ ഡോക്യുമെന്റേഷൻ എന്നിവ ആവശ്യമായി വരാം. അത് നിങ്ങൾ നോക്കാം. ജോബ് ഓഫർ ലഭിച്ചാൽ പിന്നീട് റെസിഡൻസ് ഓർ വർക്ക് റിലേറ്റഡ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? എന്നുവെച്ചാൽ ജോബ് ഓഫർ ലഭിച്ചാൽ പിന്നീട് നമുക്ക് വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ റെസിഡൻസ് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടി വരും. അതാണ് വർക്ക് റിലേറ്റഡ് പെർമിഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം ഇവിടെ എടുക്കണം. ഇവിടെ എടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഇതാക്കാൻ പറ്റൂല.
അത് നിങ്ങൾ ആലോചിക്കണം. പിന്നെ എന്ന് പറഞ്ഞത് മൂന്നാമതായി ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ നമുക്ക് പറയാം. പലരും സ്റ്റുഡൻറ്റ് പർപ്പസിൽ ജോർജിയയിൽ ഇവിടെ കുറേ പിള്ളേരുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെയാണ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലഭിച്ച ശേഷം സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് അടിസ്ഥാനത്തിൽ താമസിക്കാം, അങ്ങനെ ഉള്ളൂ. മനസ്സിലെ നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അടുത്ത വർഷം മാർച്ചിനുള്ളിൽ എൻ്റെ പഠനം പൂർത്തിയാവും. ഞാൻ അപ്പം ഇറങ്ങി, എനിക്ക് 9 മാസം കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായി, എന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. എനിക്ക് കൂടുതൽ പൈസ കിട്ടൂല, ബിക്കോസ് ഞാൻ അതിൻ്റെ സ്റ്റാറ്റസിലാണ് വന്നത്. അപ്പോൾ എനിക്ക് അപ്പോൾ അത് തിരിച്ചു പോയേ പറ്റൂ, ഇല്ലെങ്കിൽ അവർ നമ്മളെ പിടിക്കും, നമ്മളെ ഡിപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇത് പലരും ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇത് എല്ലാവർക്കും അറിയണമെന്നില്ല, അത് കാരണം പറയുന്നതാണ്. പിന്നെ നമുക്ക് ആ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ആ വിസ അനുസരിച്ച് നമുക്ക് നിൽക്കാം. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ റെസിഡൻസ് പെർമിറ്റ്. അതെന്ന് പറഞ്ഞാൽ ജോർജിയയിൽ കുറേ നാൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ റെസിഡൻസ് പെർമിറ്റ് ഓപ്ഷൻ ഉണ്ടാക്കാം. എന്ന് പറഞ്ഞാൽ 10 വർഷമായാൽ നമുക്കിവിടെ പെർമനൻറ്റ് വിസ കിട്ടും. അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് എംപ്ലോയ്മെൻറ്റ്, സ്റ്റഡി, ഫാമിലി തുടങ്ങിയ കാരണങ്ങൾ അടിസ്ഥാനമാക്കി ലഭിക്കാം. അങ്ങനെയൊക്കെ കുറേ ആയ റെസിഡൻസ് പെർമിറ്റൊക്കെ ഇവിടെ കിട്ടാം. അത് എല്ലാത്തിലും കിട്ടും. ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്. അപ്പം ഇവിടെ വിസിറ്റിംഗ് വിസ എടുത്ത് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റൂല. അത് നിങ്ങൾ മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ. പിന്നെ ഇപ്പോൾ ജോർജിയയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഇനി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി നോക്കണം. 6 മാസം മുമ്പ് ഉള്ള പാസ്പോർട്ട് ആയിരിക്കണം. തീരണതിന് മുന്നേ, എക്സ്പയറി ആവുന്നതിന് മുന്നേ കയ്യിൽ വെക്കണം. പിന്നെ ട്രാവൽ ഇൻഷുറൻസ് വേണം, അക്കോമഡേഷൻ പ്രൂഫ് വേണം, ഇതെല്ലാം നിങ്ങൾ കാണിക്കണം. റിട്ടേൺ ടിക്കറ്റ് വേണം വിസിറ്റിംഗ് വരണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട. ഫൈനാൻഷ്യൽ പ്രൂഫ് വേണം, വിസ കാറ്റഗറി റിക്വയർമെൻറ്റ്സ്, ഇതെല്ലാമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കണം, ഈ 6 പോയിന്റ്. ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റായി വരുന്നവർ ജോലി ചെയ്യാൻ മുമ്പ് നിയമപരമായ കാര്യങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായി? എന്ന് വെച്ചാൽ ഇത് ഓരോരുത്തർ വർക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോൾ വല്ലതും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതും ചെയ്യണം. അത് നിങ്ങൾ, കാരണം ഇമിഗ്രേഷൻ റൂൾസ് പാലിക്കാതെ പോകുന്നത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ അവിടെ ടൂറിസ്റ്റ് വിസ കൊടുത്തിട്ട് പിന്നെ ഇവിടെ പണിയാവല്ലേ. അവിടെ വർക്ക് വിസ കഴിവതും എടുത്തുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് പിന്നെയും ഇവിടെ വർക്ക് ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ്. നിങ്ങൾ കൂടുതൽ ഇതാക്കണ്ട. ഞാൻ വേറെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവർക്കും കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതറിയാം. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം ലേറ്റസ്റ്റ് റൂൾസ് എപ്പോഴും ജോർജിയ എംബസി ഒഫീഷ്യൽ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ്, ഇപ്പോൾ ജോർജിയൻ എംബസി ഉണ്ട്, എംബസി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇമിഗ്രേഷൻ റൂൾസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അത് വെബ്സൈറ്റ് വേണമെന്നുള്ളൊരു കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് കമൻറ്റിൽ അല്ലെങ്കിൽ കമൻറ്റിലൂടെ ഞാൻ തരാം. എന്തായാലും നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നോക്കാം എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഇവിടെ വരണതിന് മുന്നേ ആണെങ്കിൽ വിസിറ്റിംഗ് വിസ എടുത്ത് ജോലി ചെയ്യാൻ വരണതിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഇതാണ് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പം അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വർക്കൊക്കെ ചെയ്യാം, പക്ഷേ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വർക്ക് വിസ എടുത്തിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ബുദ്ധി ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനും വർക്ക് പെർമിറ്റൊക്കെ കിട്ടാനൊക്കെ ഇപ്പോൾ പാടാണ്. എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം, അതിൽ തന്നെ ഉണ്ട്. ഞാൻ ഓരോ പ്രൊസീജിയേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇനിയും കുറേ ഡൗട്ടുകൾ കുറേ ചോദിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഇത് എല്ലാവർക്കും ഒരു നല്ലൊരു ഇൻഫർമേഷൻ പകരാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ ചെയ്തത്. പലർക്കും ഡൗട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ അത് റിപ്ലൈ അപ്പോൾ തന്നെ തരുന്നതാണ്. അപ്പോൾ കണ്ടില്ലെങ്കിൽ കുറച്ച് ലേറ്റായാലും ഞാൻ തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും വിചാരിക്കില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ച് തന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.